കൂട്ടത്തോടെ സ്വർഗത്ത് പോകണമെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ഗൗരവം വേണം. തീർന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. ഖുർആനിലെ 4-ാം അധ്യായം 59-ാമത്തെ വചനം. പറയുക നബിയെ, അല്ലാഹുവിനെ അനുസരിക്കാൻ പറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുസരിക്കാൻ പറ. അതുപോലെ നിങ്ങളുടെ ഭരണാധികാരികളെ, കൈകാര്യകർത്താക്കളെ, നേതാക്കന്മാരെ അനുസരിക്കാൻ പറ. എന്നിട്ടോ മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്ക് റസൂലിലേക്ക് മടക്കാൻ പറ. ഹദീസിൽ എന്താ ഉള്ളതെന്ന് പറ, അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കാൻ പറ. ആയത്ത് നോക്കി അതിലില്ല എങ്കിലേ ഹദീസിൽ നോക്കാൻ പറ. ഹദീസിലില്ല എന്നാ സ്വഹാബികൾ എന്താ മനസ്സിലാക്കിയത്? ഇങ്ങനെ പ്രമാണങ്ങളെ വേർതിരിക്കുക. എന്നിട്ട് അല്ലാഹ് പറയാ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നിങ്ങളാണോ? ആണോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് ഈ വിഷയത്തിൽ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കണം. ഖുർആനിലേക്ക് സുന്നത്തിലേക്കും വിളിക്കപ്പെട്ടാൽ അതിന് ഉത്തരം ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹീകും. അല്ലാഹും റസൂലും നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്ക്. ആ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിലും അല്ലാഹു മറയിട്ട് കളയും. ആ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു കഠിനമായി സൃഷ്ടിക്കുന്നവനാണ്. 8-ാം അധ്യായം 24-ാമത്തെ വചനം. അതുകൊണ്ട് എല്ലാവരോടും മാത്രമല്ല, സൂറത്തു നൂറിലെ 63-ൽ പറയാൻ, അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചാൽ വല്ല ശിക്ഷയും അവൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾ കരുതിക്കോളി. കുഴപ്പമുണ്ടാവും, ശിക്ഷ ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും, ദുനിയാവും തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. 4-ാം അധ്യായത്തിലെ 80-ാമത്തെ വചനം എന്താ? ആരെങ്കിലും അള്ളാന്റെ റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാനെ അനുസരിച്ചു. കണ്ടോ? ആരെങ്കിലും റസൂലിനെ ധിക്കരിച്ചാൽ അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചു. അതാണ്. അപ്പൊ ഇച്ചിരി ഗൗരവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നിഷേധിക്കുക എന്ന് പറയുന്ന കാര്യം. നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാ, ഞങ്ങളുടെ ബുദ്ധിക്ക് പറ്റൂല എന്ന് മാറ്റിവെക്കുന്ന കാര്യം ഇച്ചിരി ഗൗരവമുള്ളതാണ്. നരകത്തിലായി പോവും, ശ്രദ്ധിക്കണം. വയൗമ യഹുല്ലുല്ലാലിം അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലമ്മ ഇത്തഖദു ഫുലാനൻ ഖലീലാ. ഖുർആനാ പറയുന്നത്. 25-ാം അധ്യായം 27, 28, 29. എന്താ അർത്ഥം എന്നറിയോ? അക്രമികളായ ആളുകൾ കൈകടിക്കുന്ന ദിവസം, പരലോകത്ത് കൈകടിക്കും. എന്നിട്ട് അവര് പറയാ, അല്ലാഹുവിന്റെ റസൂലിനോട് കൂടി ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അള്ളാന്റെ റസൂലിനോട് കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ എന്നാലെന്നവരെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ എനിക്ക് ഈ ഒരു ഗതികേട് വന്നത് എന്ന് പറയും. അത് നമുക്ക് ഉണ്ടാകരുത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകരുത്. നിങ്ങളിത് മനസ്സിലാക്കണം. അപകടത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണോ ഇപ്പൊ കൊണ്ടു നടക്കുന്നത്? അല്ലാന്ന് എല്ലാവർക്കും ഉറപ്പാണ്. റസൂലുള്ളാഹിന്റെ മുടിന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞാലോ നരകത്തിൽ ഒരു സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാ. നരകത്തിൽ ഒരു സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ. നബീന്റെ പേരിൽ ഇല്ലാത്തൊന്ന് പറഞ്ഞാൽ അവർ റസൂലുള്ളാഹിനെ നിഷേധിച്ചവനാണ് എന്നാണ് അതിന്റെ തഫ്സീറിൽ കാണാം, അതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം, അതിന്റെ വിശദാംശങ്ങളിൽ കാണാം. അഹ്ലു സുന്ന വൽ ജമാഅയുടെ തലമൂത്ത പണ്ഡിതന്മാർ ഈ കാര്യങ്ങളെല്ലാം ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളതൊക്കെ ഒന്ന് അറിയണം. നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരാൻ അമ്മാനു മൗലവി ഏതായാലും കാലഘട്ടത്തിൽ വിവാദത്തിൽ വന്ന ആളല്ലല്ലോ. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് ഖുർആനിന്റെ പരിഭാഷ നൽകിയ അമ്മാനു മൗലവിക്ക് ഒരു പുസ്തകമുണ്ട്, ഹദീസ് ഇസ്ലാമിക ശരീഅത്തിൽ നബിചര്യയുടെ സ്ഥാനം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പല ആളുകളുടെ കയ്യിലൊന്നും അതില്ല. അത് ഇന്ന് വായിച്ചാൽ നിങ്ങൾക്ക് തോന്നും ഇത് കരിമ്പിലാക്കലിനെ പറ്റി പറയാണോ, ഇത് സുല്ലമീനെ പറ്റി പറയാ. അല്ല, സുല്ലമീന്റെ പൂർവികനായ ചേകന്നൂരിനെയും അദ്ദേഹത്തോടൊപ്പം ചേർന്നവരെയും അതുപോലെ നമ്മുടെ പണ്ട് മരിച്ചുപോയ CN അഹമ്മദ് മൗലവിയെയും
ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അമാനമൗലവി അന്ന് രചിച്ച ആ പുസ്തകം എന്ന് വായിച്ചാൽ നമുക്ക് തോന്നും നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന പല മൊല്ലമാരെ കുറിച്ചും മൗലവിമാരെ കുറിച്ചുമാണല്ലോ പറയുന്നത്. അത്ര ഗൗരവ. അത് വായിച്ചു നോക്കണം, നിങ്ങൾ പഠിക്കണം. പഠിപ്പില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്, സത്യമാണ്. ഞാൻ വെറുതെ പറയല്ല. നമ്മൾക്കൊരു ധാരണ എന്താ, നമ്മൾ സാധാരണ ഇപ്പൊ സുന്നികളോട് ഒരു കാര്യം പറഞ്ഞാൽ അവർ ചോദിക്കും, 10-60 കൊല്ലം ഞങ്ങളുടെ ഉപ്പാപ്പമാര് കാരണവന്മാര് ഞങ്ങള് വലിയ വലിയ ഉസ്താദുമാര് ഓലൊക്കെ പഴച്ചോല ഓല് പറഞ്ഞതാ ഞങ്ങൾ കേട്ട്. അപ്പൊ നമ്മൾ ഓലോട് പറയലെന്താ, അവലൗകാന ആബാഉഹും ലാ യഅലമുന ശൈഅൻ വലാ യഖ്തദൂനല്ലേ, ഞങ്ങളെ പിതാക്കന്മാരും നിങ്ങളെ കാരണവന്മാരും പഴച്ചോലാണെങ്കിലും നിങ്ങൾ അങ്ങനെയാ പറയാൻ. മുജാഹിദുകൾക്ക് ഇത് ബാധകല്ലാന്ന് ഏത് ഖുർആനിലുള്ളത്? നമ്മൾ പറയും ഞങ്ങൾ 10-60 കൊല്ലായിട്ട് ഇതൊന്നും കേട്ടിട്ടില്ല. വീട്ടിലേക്ക് കയറി വരുമ്പോ ബിസ്മി അല്ലി കേറിയിട്ടില്ലെങ്കിൽ പിശാച് പറയുന്ന ഈ വീട്ടിൽ നമുക്കിന്ന് താമസമുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി അല്ലിയിട്ടില്ലേ പിശാചുകൾ പറയുന്ന ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണമുണ്ട്. ഈ ഹദീസ് ഉത്തരവാദിത്തപ്പെട്ടൊരു മഹല്ലില് കഴിഞ്ഞ 5 ദിവസം മുമ്പ് ഞാൻ ഉദ്ധരിച്ചു. ഉത്തരവാദിത്തപ്പെട്ട ഈ സംഘടന ഒരാൾ വിളിച്ചു പറയാ, അതൊക്കെ ഖുറാഫാത്തല്ലേ, ബിദ്അത്തല്ലേ, ഒക്കെ നമ്മൾ പഠിച്ചതാണോ? എന്ത് ചെയ്യൂ? അഞ്ജനമെന്നത് ഞാൻ അറിയും, മഞ്ഞള് പോലെ വെളുത്തിട്ട് ഈ കൂലം കുത്തി ഒഴുകിയപ്പോ കൊടുങ്കാറ്റു സുനാമി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായി. ഇതിങ്ങനെ ഒഴുകിയപ്പോ ആ ഒഴുക്കിൽ വന്ന പല ചപ്പുകൾക്കും ദീനറിയില്ല. ശ്രദ്ധിക്കണം, എന്നോട് ക്ഷമിക്കണം. ഞാൻ ആർക്കെതിരെയും പറയല്ല, പടച്ചോനെ പേടിച്ചിട്ട്. കാരണം സ്വർഗവും നരകവും നന്നായിട്ട് പ്രസംഗിച്ച് പൈസ അങ്ങ് കീശയിലിട്ട് പോകാനുള്ളതല്ല, അതൊരു സത്യ, അതൊരു യാഥാർത്ഥ്യ. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയേ പറ്റൂ, അതിനുള്ള കാലത്ത് ഉൾക്കൊണ്ടേ പറ്റൂ. അപാകതകൾ ഉണ്ട് എന്ന് സമ്മതിച്ചേ പറ്റൂ. മനസ്സിലായോ? ഹദീസുകളൊക്കെ ലോകത്ത് തഖ്രീജ് ചെയ്യപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ കൃത്യമായി ലോകത്തിന് മുമ്പിൽ ക്രോഡീകരിക്കപ്പെട്ടൊരു കാല. ഒരു വീട്ടിന്റെ ഉള്ളിലിരുന്നിട്ട് ഒരു ബെർലിങ്ങനെ അമർത്തിയാല്, മക്തബത്തു ഷാമിൽ ഇങ്ങനെ എടുത്താല് എന്തൊക്കെ വിജ്ഞാനം അതൊക്കെ കണ്ടവരാ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികള്. ഓലെ കുട്ടി മൗലവി എന്ന് വിളിച്ചിട്ട് കാര്യമല്ല, ഓല് കണ്ട് പഠിച്ചതാ. ഓല് പുതുതായിട്ടൊരു ഹദീസ് ഉണ്ടോന്നിട്ടില്ല. ബുഖാരിയിൽ എത്രാമത്തെ ബാബ്, മുസ്ലിമിൽ എത്രാമത്തെ ബാബ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തരിക. എന്നിട്ട് അതിനെ നിഷേധിക്കതൊക്കെ പുതിയതാന്ന് പറയാ. എന്തൊരു കഥയായത്, എന്തൊരു കഷ്ടമാണിത്. അതുകൊണ്ട് ഗൗരവമായിട്ടൊരു പഠനം നമ്മുടെ ആഖിറത്തിന് വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ലല്ല ഇദ ഇഖ്തദൈതും. വല്ലാത്ത വാക്കാത്. സത്യവിശ്വാസി, ഇനി മെല്ലെ കഴിച്ചിലയക്ക മോനെ, അന്റെ നെഫ്സിനെ വേഗം കഴിച്ചിലാക്കിയെടുത്തോ നരകത്തിന്ന്. ജി വേഗം വിട്ടോ, വരെ ഒന്നും നോക്കണ്ട, വരെ കൂട്ടത്ത് കൂടിയാ പോയി പോന്ന്. ഇത് പറഞ്ഞ കെട്ടുണ്ട്. അയപ്പോഴറിയോ അള്ളാന്റെ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് ക്ഷണിച്ചിട്ട് ഓൻ പറയാ, ഇതൊക്കെ പണ്ടേ ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല ആരും, അതുകൊണ്ട് നമുക്ക് പഴയത് മതി. ഏത് പഴയത്? 50 കൊല്ലം 1400 വർഷം മുമ്പുള്ളത് മതി. ചിലർ പറയും നമ്മൾ 50 കൊല്ലം പിറകോട്ട് പോയി. ഞാൻ പറയണ അങ്ങനല്ല, 50 കൊല്ലല്ല, 1400 വർഷം പിറകോട്ട് പോകണം. മനസ്സിലായോ? 1480 വർഷം പിറകോട്ട്. 50 പോരാ, അങ്ങോട്ടെത്തണോ? 50 വർഷം പിറകോട്ട്. ശരിക്കുള്ള ഹദീസ് ആയത്ത് ഉദ്ധരിക്കുമ്പോ പറയാ ചില ആളുകള് 50 വർഷം പിറകോട്ട് പോയി. 50 അല്ല, 1400 വർഷം പിറകോട്ട് റസൂലിലേക്ക്. ആ റസൂല് പഠിപ്പിച്ചതിനെ ഒന്നുപോലും വിടാതെ, ഒരു സൂചിപ്പൊട്ട് കൂട്ടാതെ, ഒരു സൂചിപ്പൊട്ട് കുറയ്ക്കാതെ സ്വീകരിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് എത്തുക. ഹൗദുൽ കൗസറിന് വെള്ളല്ല. ആർക്കില്ല? ബിദ്അത്ത് ചെയ്തവർക്കില്ല. റസൂലാ പറയുന്നത്, കള്ളം പറയാത്ത റസൂല്. അതുകൊണ്ട് ആലോചിക്കണേ, ചിന്തിക്കണേ, പഠിക്കണേ. ആർക്കെതിരെയും പറയാന്ന് വിചാരിക്കല്ലേ, ദുൽമ് വിചാരിക്കല്ലേ, ഇൽമ് പറയുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ. അപ്പൊ കൂട്ടത്തോടെ സ്വർഗത്ത് പോണെങ്കിൽ ഒന്നാമത് ഈ വശം നന്നാവണം. ഇനി ഈ വശത്തിനനുസരിച്ച് ഇനി നമുക്ക് വിഷയങ്ങൾ നോക്കിക്കാണാം. ഇതാ ഇസ്ലാമിന്റെ പ്രമാണം. റസൂലുള്ളാഹി പറഞ്ഞു, അതാ തറക്തു ഫീക്കും അംറൈനി. ഇന്ന് മുസ്ലിങ്ങളെ കഥ കണ്ട എന്താ? തറക്തു ഫീക്കും ഷഹറൈനി, 2 മുടിയാണ് നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു എന്ന് നബി പറഞ്ഞോണം. ആ കാന്തപുരത്തിന്റെയും ടീമിന്റെയും കളി ഭാര്യപ്പെടുത്ത മുടിക്ക്. അത് 1.5 മീറ്ററുള്ള മുടി. നിങ്ങൾ ആലോചിച്ചോക്കെ, ഒരാണ് 1.5 മീറ്ററുള്ള മുടിയായിട്ട് നടന്നു പോയാൽ എന്തൊരു ബോറായിരിക്കും. അത് തന്നെ അള്ളാന്റെ റസൂലും കൂടി ആയാലോ. പിണറായി പോലും ബേജാറായി പോയി. പിണറായി അറിഞ്ഞു ചങ്ങായി സുന്നത്തിന്റെ കൂടെയാ പോണ്ടത്. പ്രവാചകന്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം. പ്രവാചകന്റെ വാക്കുകൾ അനുസരിക്കാനും നടപ്പിലാക്കാനുമാണ് സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ടത്.
അത് തന്നെയാണോ നടക്കുന്നത് അല്ലേ എന്നുള്ളതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെ അതിനാണ് പ്രാധാന്യം. പിണറായിക്ക് പോലും തോന്നിപ്പോയി മുസ്ലിം സമുദായം സത്യത്തിൽ എന്താ ഉണ്ടാണ്ട് ഉസ്താദിന്റെ കൂടെ കൂടിയ കുറച്ച് ദീന് അല്ലേ, പിണറായിക്ക് ദീനുണ്ടായി, ഉസ്താദിനെ ഇല്ലാണ്ടായി പോയി. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം, ഉസ്താദ് പിണറായി, സഖാവ് കാന്തപുരം. അതാണ്ടായത്, പിണറായി ഉസ്താദായി, ഉസ്താദ് സഖാവുമായി. അതാ പിള്ളേ ഉസ്താദിനെ ഉസ്താദ് അങ്ങോട്ട് പഠിപ്പിക്കല്ലോ ഉണ്ട്, ഇത് ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കല്ല. അതിന് വിട്ടിരിക്കണ് സുന്നത്തിലേക്ക് മടങ്ങിക്കോന്ന്. ആര്? പിണറായി വിജയൻ. എന്തൊരു കാര്യം അത്! എവിടെ എത്തി നമ്മുടെ ലോകത്ത് മുസ്ലിം സമുദായം? എവിടെ എത്തിയിരിക്കുന്നു? കാന്തപുരം ഉസ്താദിനോട് പിണറായി പറയോ, ഉസ്താദേ നബീന്റെ സുന്നത്താട്ടോ പ്രധാനം, ഈ ജാതി കളി, ഈ മുടിയിട്ട വെള്ളം ഉണ്ടല്ലോ അത് വേണ്ട. ഉണ്ടോ? ഒരു 5-8 കൊല്ലം കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തുടങ്ങും മുടിയിട്ടല്ലോ. സക്കാവികള് ഒരു ഭാഗത്ത് സംഭാരോ ചായ കാപ്പി, ഒരു ഭാഗത്ത് മുടിയിട്ടല്ലോ. സക്കാവികള് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചകളാ അതൊക്കെ. അങ്ങോട്ടൊക്കെ എത്തും. കാരണം കാന്തപുരം അല്ല പോലും കാന്തപുരത്തിനോട് ചോദിച്ചിട്ടേ എന്തും ചെയ്യുന്ന അപ്പൊ വലിയ പ്രസംഗം കേട്ടിട്ടില്ലേ? അവിടെ എത്തി നിൽക്കും നമ്മുടെ സമുദായം. അതുകൊണ്ട് ഒന്നാമതായി അഖീദ ക്ലിയർ ആകണം, വിശ്വാസരംഗം ക്ലിയർ ആകണം. വിശ്വാസരംഗം ക്ലിയർ അല്ലെങ്കിൽ, അതുകൊണ്ടാണ് ആയത്ത് കേട്ടോളൂ, വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആം 82-ാമത്തെ വചനം. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്തുകയും ചെയ്താൽ അവൻ നരകത്തിലാ പോവുക. നിർഭയത്വത്തോടുകൂടി സ്വർഗത്ത് പോകാൻ കഴിയ വിശ്വാസത്തിൽ ദുൽമ കലരാത്തവർക്കാണ്. ഈ ആയത്ത് അവതരിച്ചപ്പോ സഹാബികൾ ചോദിച്ചു, നബിയെ വല്ല ദുൽമും ചെയ്യാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ? വല്ല ദുൽമും ചെയ്യാത്തവര്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ദുൽമ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ന ശിർക ലദുൽമുൻ അദീം, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാകുന്ന ദുൽമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ശിർക്കാകുന്ന ദുൽമാകുന്ന ഇവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഖുർആനിലെ 31-ാം അധ്യായം 13-ാമത്തെ വചനം. അപ്പൊ ശിർക്ക് വരാതെ സൂക്ഷിക്കണം. ശിർക്ക് വന്നാലോ നരകത്തിലാണ്, ഒരിക്കലും സ്വർഗത്ത് പോവില്ല. ഒരാൾ ജീവിതത്തിൽ അങ്ങ് വ്യഭിചരിച്ചു പോയി, അല്ലെ മദ്യപിച്ചു പോയി, അതിന്റെ പേരിൽ മാത്രം ഒരാൾ നരകത്ത് പോവില്ല. നേരെ മറിച്ച് ഒരാൾ അങ്ങ് മൊയ്തീൻ ശൈഖിനെ വിളിച്ചു ദ്വേരുന്നു, അതിന്റെ പേരിൽ അയാൾ എന്നേക്കുമായി നരകത്ത് പോകും. ഇത് ഇസ്ലാം പറയുന്ന ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ നരകാഗ്നിയിലായിരിക്കും, സ്വർഗം അവന് ഹറാമാണ്. ഖുർആനിലെ 5-ാം അധ്യായം 72-ാമത്തെ വചനമാണ്. അപ്പൊ സ്വർഗം ഹറാമായി പോയി ശിർക്ക് ചെയ്താൽ നേർക്കുനേരെ അള്ളാഹു മറ്റൊരു തിന്മയെയും ഇങ്ങനെ ബന്ധപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഇവിടെ അള്ളാഹു പറയുന്നത് സ്വർഗം അവന് നിഷിദ്ധമാണ്. അള്ളാഹിനോട് പങ്കു ചേർത്താൽ സ്വർഗം നിഷിദ്ധമാണ്. പങ്കു ചേർക്കൽ ഏതൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാലോ. അപകടകരമായ ചില ഭാഗങ്ങൾ പറഞ്ഞുതരാൻ ഒന്ന് മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേന്ന് പറയാം, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാം. അതുപോലെ ജിന്നുകളോടോ മലക്കുകളോടോ പ്രാർത്ഥിക്കാം. അങ്ങനെ വന്നാൽ ശിർക്കാണത്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇന്നുവരെ പ്രചരിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സമസ്തക്കാരും നമുക്കെതിരെ പറഞ്ഞു, എന്ത്? ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. ജമിയത്തുൽ ഉലമ കാര്യം പഠിച്ചിട്ട് ജമിയത്തുൽ ഉലമ പറഞ്ഞു, അതിന്റെ 18-19 പേജിൽ പറഞ്ഞു, അതൊരു ആരോപണം മാത്രമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരില്ല, അത് ശത്രുക്കളുടെ വെറും ഒരാരോപണം മാത്രമാണ് എന്നാണ് ആ പുസ്തകത്തിലുള്ളത്. അപ്പൊ ഇസ്ലാഹി പ്രസ്ഥാനം കേട്ടോളൂ, ഒരാളും ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ ഈ കൂട്ടത്തിലില്ല. ഒരൊറ്റ കുട്ടിയും. ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. ഇപ്പൊ നിങ്ങൾ നോക്കേ, ഇതിപ്പോ ഒരു സുന്നി സദസ്സാന്ന് വിചാരിച്ചോ, ഈ ഇരിക്കുന്നത് മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാമെന്ന് വിശ്വസിക്കുന്നവരില്ലേ എന്ന് ചോദിച്ചാൽ സുന്നി സദസ്സിൽ എല്ലാരും എന്താ പറയാ? അതെ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും പറയോ ജിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് ഉണ്ടോ സദസ്സിൽ? ഉണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന മുജാഹിദ് ഒന്ന് കൈവോക്ക്. ഇല്ല. പിന്നെ എന്താ ഈ തോന്നിയാസോ? 1,00,000 മുജാഹിദിന്റെ 1,00,000 മുജാഹിദ് പറയാം ഞങ്ങൾക്ക് ഇല്ല അങ്ങനെ വിശ്വാസം. പിന്നെ ആ മുജാഹിദിനുണ്ട് എന്ന് പറഞ്ഞാലോ? പിന്നെ ആ മുജാഹിദിനുണ്ട് എന്ന് ഗ്രാമങ്ങളിൽ വയൽ പറഞ്ഞാലോ? വ്യക്തിവിരോധം കൊണ്ട് പോലും വയൽ പറയുന്ന ആളുകളില്ലേ? ഓലൊക്കെ പടച്ചോനെ പേടിക്കാത്തോലാട്ടോ. ഓൽക്കൊക്കെ എന്ത് പിന്നെ ഡിഗ്രി ഉണ്ടെങ്കിലും പട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചോളി. ഞാൻ ഇത് തുറന്ന് പറയാം ഞങ്ങളോട്, പരലോകത്തെ പേടിച്ചിട്ട് ആരോടും ഒന്നും വാങ്ങിയിട്ടില്ല ഒരു കാലത്തും. അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് ആ ഹക്ക് പറയുന്നത് അതൊരു നുണ പ്രചരണ. മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് കൊണ്ട്
സമൂഹത്തെ ശുദ്ധീകരിച്ചപ്പോൾ അവരെ തളയ്ക്കാൻ ഇബ്ലീസ് ഇട്ടുകൊടുത്ത ഒരു ആയുധ. മനസ്സിലായി? അത് പ്രചരണാക്കിയതൊക്കെ വേറെ ചില ആളുകളാണ്. അതുകൊണ്ട് ഗൗരവമായിട്ട് ആ വിഷയത്തെ നിങ്ങൾ പഠിക്കണം. ഈ നുണപ്രചരണത്തിൽ നിങ്ങൾ മാറിക്കണം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാന കാര്യത്തിൽ അതേ ഗൗരവം ഒരിഞ്ചും ചോർന്നു പോകാതെ ഏറ്റവും ജാഗ്രതയോടുകൂടി നിൽക്കുന്ന ഘട്ടാത്. അതുകൊണ്ട് മടവൂരികളും സുന്നികളും ആ വെള്ളം അത് കയറ്റി വെച്ചേക്ക്. അപ്പൊ പാൽപായസം ഉണ്ടല്ലോ, അത് അങ്ങനെ ഉണ്ണണ്ട. അത് വലിയ രസമല്ല, മുള്ളൊക്കെ കുടുങ്ങിപ്പോകും തൊണ്ടയില്. അതുകൊണ്ട് കുടിക്കാൻ ശ്രമിക്കണ്ട. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? അങ്ങനൊന്നില്ല. മനസ്സിലായോ? അങ്ങനൊന്നില്ല. അതൊരു നുണപ്രചരണ. ഉണ്ടെങ്കിൽ എന്ത് വേണോ? ഇതാ നിങ്ങളുടെ കൂട്ടത്തിലെ KNM-ലെ ISM-ലെ MSM-ലെ ഈ കുട്ടീനോട് ചോദിക്കും, മോനെ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥി. ഇല്ലാണ്ടോ ഞങ്ങൾ ഉസ്താദ് അങ്ങനെ പഠിപ്പിച്ച് ഒരൊറ്റ കുട്ടിനെ ഹാജരാക്കാൻ കഴിയുമോ? വെല്ലുവിളിക്കാൻ ഞാൻ. നേരെ വിളിച്ച സുന്നികളുടെ മുഴുവൻ ആളുകളെയും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ലേ? കഴിയൂ. അപ്പൊ ഇത് ഒരു ദുരാരോപണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ശിർക്കിന്റെ കാര്യത്തിൽ അടുത്ത വാചകം കേട്ടോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഒരിക്കലും അല്ലാഹ് നിങ്ങൾക്ക് പുറത്തുതരൂല അള്ളാഹിനോട് നിങ്ങൾ പങ്കു ചേർക്കുന്നതിനെ. അതിന് താഴെയുള്ള ഏത് പാപവും അവൻ നിങ്ങൾക്ക് പുറത്തു തരും. ഏത് പാപവും, അത് മാത്രം അല്ലാഹ് പൊറുക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. തീർന്നില്ല. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 48, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 116. ഇത് രണ്ടിടത്തും അല്ലാഹു പറയുന്ന കാര്യം അതാണ്. ഒരിക്കലും അല്ലാഹ് ശിർക്ക് പൊറുക്കൂല. പിന്നെ ഒരു കാര്യം എന്താണ്? ഇതാ വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലഅഹ്ബത്തന അമലു വലതകൂനന്ന മിനൽ ഖാസിരീൻ. 29-ാം അധ്യായത്തിൽ 65-ാമത്തെ വാചകമാണ്. അതിൽ അല്ലാഹു പറയാണ്, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും നാം സന്ദേശം നൽകപ്പെട്ടത് ഇതത്രേ, അല്ലാഹുവിലെങ്ങാനും നീ പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ എല്ലാ അമലുകളും, ഹജ്ജും ഉംറയും ദാനധർമ്മവും നിസ്കാരവും നോമ്പും എല്ലാം പൊളിഞ്ഞു ശിർക്ക് വന്നാൽ. അത്ര ഗൗരവമുള്ളതുകൊണ്ടാണ് എന്റെ പ്രസംഗങ്ങൾക്ക് ഏതെങ്കിലും സുന്നത്തിയുമായിപ്പെട്ട എന്റെ പ്രിയങ്കരായ സഹോദരന്മാരുണ്ട്, നിങ്ങൾ ഓർക്കുക, നിങ്ങളോട് ഒരു വിരോധവും ഇല്ല. മറിച്ച് ശിർക്ക് വരുന്നതിന് നിങ്ങൾ കരുതണം. നിങ്ങൾ ചെയ്ത ഹജ്ജും ഉംറയും എല്ലാം പൊളിഞ്ഞു പോവും, ശിർക്ക് ചെയ്യല്ലേ എന്ന് നിങ്ങളോട് പറയണം. എന്നിട്ട് ذَلِكَ هُدَى اللَّهِ يَهْدِي بِهِ مَن يَشَاءُ مِنْ عِبَادِهِ وَلَوْ أَشْرَكُوا لَحَبِطَ عَنْهُمْ مَا كَانُوا يَعْمَلُونَ. മറ്റൊരു സൂറത്ത് അനാമിലെ 88-ാമത്തെ വചനം. ഇതൊന്നും വല്ലാതെ ഓർക്കണം. അതാണ് അള്ളാഹുവിന്റെ മാർഗദർശനം. അത് മുഖേന തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. അവൻ ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകുമായിരുന്നു. കണ്ടോ? 6-ാം അധ്യായത്തിലെ 88-ൽ പറയാൻ, എല്ലാവരും എത്ര ഉംറ ചെയ്തിട്ടും എത്ര സ്വലാത്ത് ചൊല്ലിയിട്ടും എത്ര ദിക്ർ ചൊല്ലിയിട്ടും കാര്യമല്ല, പൊളിഞ്ഞ് പാളീസായി പോകും. അതുകൊണ്ടാണ് മുജാഹിദുകൾ എവിടെ കിട്ടിയാലും ശിർക്കിനെതിരെ പറയുന്നു. എവിടെ കിട്ടിയാലും. അല്ലാതെ ആരോടും ഒരു വെറുപ്പില്ല. നമുക്ക് സ്വർഗത്തിലെത്തണം. അതിന് ശിർക്കൊരിക്കലും വരാതെ. രണ്ടാമത്തത് ബിദ്അത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ. മൻ അമില അമലൻ, ഒരു വ്യക്തി ഒരു അമല് ചെയ്തു, നമ്മൾ ചെയ്യാത്തൊരമല്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്തൊരമല് ചെയ്തു എങ്കിൽ ആ അമല് തള്ളപ്പെടേണ്ടതാണ്. നമ്മൾ സൂക്ഷിക്കേണ്ട വാചകല്ലേ അത്? റസൂലല്ലേ പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ. നമ്മുടെ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ഒരാൾ കടത്തിക്കുട്ടിയെ നിങ്ങൾ ഉപേക്ഷിക്കും, പാടില്ല എന്ന്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ നബാ. ഖീല വമൻ നബാ യാ റസൂലല്ലാഹ് വമൻ തഅനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. ഓക്കേ, എന്താ പറയുന്നത്? എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗ്ഗത്തു പോവും. എല്ലാ ആളുകളും ഇല്ലാ മൻ നബാ, വിസമ്മതിച്ചവരൊഴികെ. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയെ ആരാ വിസമ്മതിച്ചവര്? അവർ റസൂൽ പറയാണ്, എന്നെ അനുസരിച്ചവര് സ്വർഗത്തിൽ, എന്നോട് അനുസരണക്കേട് കാണിച്ചവർ അവരാണ് വിസമ്മതിച്ചവർ. അവരുടെ കാര്യം കഷ്ടമാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിച്ചാൽ നരകത്തിലാണ് എത്തിപ്പെടുക. ഈ കാര്യം വളരെ ഗൗരവമായി മനസ്സിലാക്കുക. അപ്പൊ ഇത് മക്കളെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മക്കളെ, മോനെ നാരായണയുടെ മേലെ നിന്നെ ഡ്രസ്സ് കയറ്റി കൊടുക്കും മോനെ, അള്ളാന്റെ റസൂലിനെ ധിക്കരിക്കാണ് കുട്ടി, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസിനെ നിഷേധിക്കണം മോനെ, ചെയ്യല്ലേ എന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുക. ഭർത്താവിനോട് പറയാ, ഉപ്പാനോട് പറയാ, ഇക്കാക്കാനോട് പറയാ, അനിയനോട് പറയാ, മൂത്ത ആൺകുട്ടിയോട് പറയാ, ആങ്ങളയോട് പറയാ, എല്ലാരോടും
മോനെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അവർ രക്ഷപ്പെടുത്തുക. ഏതുവരെ നിങ്ങൾക്കറിയാലോ, കുത്ത് കിട്ടിയിട്ട്. അതാണ് എനിക്ക് മനസ്സിലാത്തത്. ഇത്രയൊക്കെ തെളിവുണ്ടായിട്ട് എന്താ നമുക്ക് മനസ്സിലാവാത്തത്? എന്താ അതിനൊരു വ്യാഖ്യാനം? ഒരാള് കുത്ത് കിട്ടിയിട്ട് കൊടലി വരെ പുറത്തേക്ക് ഇങ്ങോട്ട് ചാടിയിട്ട് വെള്ളം കുടിച്ചിട്ട് പൊക്കിളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുക. നിങ്ങൾ ശരിക്കും ആലോചിക്കണം, പൊക്കിളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുക. ആരാ ഈ മഹാൻ? ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുത്ത് കിട്ടിയിട്ട് പൊക്കിളിൽ കുടിച്ച വെള്ളം പൊക്കിളിലൂടെ പുറത്തു വരിക. ആശ്ചര്യല്ലേ അത്? വേദനാജനകമല്ലേ അത്? ഉമ്മമാരെ, ഇക്കാക്കമാരെ ഒന്നാലോചിച്ച. മോനെ, യുവാക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. അങ്ങനെ മരണത്തെ മുഖാമുഖം കൊണ്ട് കടക്കുകയാണാര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കൊടല് വരെ പുറത്തു വന്നിട്ട് വെള്ളം കുടിച്ചാൽ പുറത്തേക്ക് വരുന്ന ആ ഒരു അവസ്ഥ എത്ര സീരിയസ് ആണ്. ഇനി ഞാനത് പറയണോ ഇതിൽ കൂടുതൽ വിശദീകരിച്ച്? ആ ഘട്ടത്തിൽ ഒരു സഹോദരൻ ചെറുപ്പക്കാരൻ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെവിയിൽ ആഭ്യന്തരമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് ഗൗരവപ്പെട്ട കാര്യങ്ങൾ. ആ ഇഷ്യൂസ് ഉണ്ടായ ഘട്ടത്തിലെ ഇതായിട്ട് ബന്ധപ്പെട്ട് അത് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വേദനിക്കുന്ന കണ്ണുകൾ തുറന്നിങ്ങനെ നോക്കുമ്പോൾ ഈ വന്ന ചെറുപ്പക്കാരന്റെ ഡ്രസ്സ് നരിയാണിന്റെ താഴെയാ. കൊടല് പുറത്ത് ചാടി വായിൽ കുടിച്ച വെള്ളം കൊടലിലൂടെ ഒഴുകുന്ന പൊക്കളിലൂടെ ഒഴുകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. ഇങ്ങോട്ട് വാ, ആ ഡ്രസ്സ് ഒന്ന് കയറ്റി കൊടുക്ക. എന്താ ഇത്? നിങ്ങൾ പറ. ഈ ഘട്ടത്തിൽ പോലും ഇത് ഉപദേശിക്കണമെങ്കിൽ അതിന്റെ ഗൗരവം എന്താ? ഇതൊക്കെ നിങ്ങൾ കേട്ടല്ലോ, എന്നിട്ട് പൊന്തിച്ചു കൊടുക്കുവോ? എവിടെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഞാനിങ്ങനെ ഹദീസ് നേർക്കുനേരെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുക. ഒരാള് 3-4 കൊല്ലം ഗൾഫ് പോയി അധ്വാനിക്കാൻ. നിങ്ങൾക്ക് വേഗം മനസ്സിലാവുക. ഉദാഹരണം, 4 വർഷവും അത്യധ്വാനം ചെയ്തു, ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടി. അങ്ങനെ വിളിക്കുകയാണ് ഭർത്താവ്, അല്ലെങ്കിൽ ഉമ്മാനെ വിളിക്കുകയാണ് മകൻ, അല്ലെങ്കിൽ മക്കളെ വിളിക്കുകയാണ് ബാപ്പ. ബാപ്പ വരിക കേട്ടോ. ഭാര്യയോട്, എടി ഞാൻ വരിക കേട്ടോ, ഉമ്മച്ചി ഞാൻ വരിക കേട്ടോ എന്ന്, എന്നെ കൂട്ടാൻ നിങ്ങൾ എയർപോർട്ടിൽ വരണം എന്ന് പറയാ. അങ്ങനെ ഇയാള് വളരെ ആത്മാർത്ഥയോട് ഇയാളുടെ എല്ലാ ലഗേജും ഒക്കെ ആയിട്ട് മക്കളൊക്കെ ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, എന്നെ കാത്തിരിക്കും എന്നൊക്കെ അയാൾ വിചാരിക്കാൻ. അങ്ങനെ അയാള് എയർപോർട്ടിൽ വന്നിറങ്ങി. ആരുമില്ല സ്വീകരിക്കാൻ. അയാളുടെ മനസ്സിൽ എന്താ ഉണ്ടാകുക? വല്ലാത്തൊരു നിരാശയും വേദനയും അല്ലേ? വീട്ടിലേക്ക് വിളിച്ചു നോക്കിയപ്പോ ആരും ഫോണും എടുക്കണില്ല. ശ്രദ്ധിക്കണേ, ആരും ഫോണും എടുക്കണില്ല. അങ്ങനെ അയാൾ ടാക്സി ഒക്കെ വിളിച്ചു വീട്ടിലേക്ക് വരികയാണ്. മടങ്ങി പോകാൻ വയ്യല്ലോ. വീട്ടിലേക്ക് വന്നു, കോളിംഗ് ബെൽ അടിച്ചു. ആരൊരാൾ വാതിൽ തുറന്നു, സലാം പറഞ്ഞു, ആരും മടക്കിയില്ല, മിണ്ടിയതുമില്ല. എന്ത് മാത്രം വേദന മനുഷ്യനുണ്ടാവും അല്ലേ? ഉണ്ടാവൂലേ? മടങ്ങി പോട്ടെ എന്ന് വിചാരിക്കൂലേ? ഞാൻ ഈ പഹയന്മാർക്ക് വേണ്ടിയാണ് ഇത്രയും കാലം അധ്വാനിച്ചെന്ന് തോന്നൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നരിയാണിൻ്റെതായ തുണി പോയവരെ പറ്റി ഹദീസിൽ എന്താ ഉള്ളത്? അല്ലാഹു ഓനെ നോക്കൂല. ഈ ദുനിയാവിലേറിയ കഷ്ടപ്പാടുകളൊക്കെ പെട്ട് എല്ലാ ഇബാദത്തും ചെയ്ത് മത്സരയെ ചെന്ന് ഫമൻകാന യർജൂ ലിഖാ റബ്ബിക്ക് ചെന്നപ്പോ അല്ലാഹു ഓനെ നോക്കിയില്ല, അല്ലാഹു ഓനോട് മിണ്ടിയില്ല, അല്ലാഹു ഓനെ നന്നാക്കിയില്ല. ഇത് നിസാരമാണെന്ന് പറയുന്നവന്റെ തലക്ക് മുട്ടിയെടുത്ത് അടിക്കുകയല്ലാതെ എന്താ വേണ്ടത്? ഇത് നരിയാണ്ട എഞ്ചിനീയറും ഡോക്ടറും ഒന്നും നരിയാണ്ട മേലെ കൊടുക്കണ്ടാന്ന് ഒരു വിദ്വാൻ. എന്താണ് അവനൊക്കെ പഠിച്ച ദീന്? എവിടുന്നാ പഠിച്ച്? സ്വർഗത്തിലേക്കുള്ള മറ്റൊരു വഴിയെ പറയും. അല്ലാഹു പറയാ, നിങ്ങൾ ധൃതിപ്പെട്ടു വരീൻ സ്വർഗത്തിന് വേണ്ടി. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരുന്നതിന് വേണ്ടി നിങ്ങൾ വരൂ. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ്. ഖുർആനിലെ 3-ാം അധ്യായം 133-ാമത്തെ വചനം. എന്നിട്ട് അതിന്റെ തൊട്ടതായ പറയാൻ, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം, അതിലേക്ക് വേഗം പശ്ചാത്തപിച്ചു വന്നോളി, ഇസ്തിഗ്ഫാർ നടത്തിക്കോളി. നാ സ്വർഗത്തിലേക്ക് ബാപ്പയും ഉമ്മയും മക്കളും ഒക്കെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വീട് രാത്രി ആദ്യം അദ്ദേഹം എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദിന്റെ വിത്തറിലേക്ക് എത്തുമ്പോ ഭാര്യയെ വിളിച്ചോണത്തും, ഭാര്യ വിത്തറിലേക്ക് എത്തുമ്പോ മകളെ വിളിച്ചോണത്തും. നേരം വെളുക്കണവരെ ആ വീട് ഇസ്തിഗ്ഫാറില. നേരം വെളുക്കണവരെ ആ വീട് ഇസ്തിഗ്ഫാറില. അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയ സ്വർഗത്തിലെത്തും എന്നല്ല പറയാ. എന്നിട്ട് പറയാണെന്ത്? വല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽഖാലിമീനൽ ഗൈള വഅഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. വ്യക്തമാണ്. എന്താ? അള്ളാന്റെ മാർഗത്തിൽ സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവഴിക്കുന്നവർ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവഴിക്കുന്നവർ, കോപം വരുമ്പോ ഒതുക്കി വെക്കുന്നവർ, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ, അവർക്കുള്ളതാകുന്നു സ്വർഗം. അടുത്ത ആയത്ത് 135-ാമത്തെ. വല്ലദീന ഇദാ ഫഅലു ഫായിശതൻ ലൗ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. ഒരു തെറ്റ് ചെയ്തു ഞാൻ, അല്ല നിങ്ങള് സ്വന്തത്തോട്, എന്നിട്ട് അള്ളാനെ ഓർമ്മ വന്നു, തെറ്റ് ചെയ്തു,
പടച്ചോനെ ഓർമ്മ വന്നു. പടച്ചോനെ ആട്ട് ഓർത്തപ്പോ പടച്ചോനോട് തന്നെ റബ്ബേ പറ്റിപ്പോയിട്ടോ, പൊറുക്കണേ റബ്ബേ എന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ അല്ലാഹ് പറയാണ്, അല്ലയല്ലാതെ അല്ലയല്ലാതെ ആരാ പാപം പൊറുക്കാൻ? അറിഞ്ഞുകൊണ്ട് ഒരു തിന്മ ചെയ്യുന്നവനല്ല വിശ്വാസി. അവനാ ആ അവിശ്വാസത്തെ തിരുത്തി സത്യത്തിലേക്ക് വരും, ഒറിജിനൽ വിശ്വാസിയാണെങ്കിൽ എന്നല്ലാഹു പറയണം. ഖുർആനിലെ 3-ാം അധ്യായം 135. അവ സ്വർഗത്തിലെത്താനുള്ള ഒരു വഴിയതാ നിരന്തരമായ ഇസ്തിഗ്ഫാർ, നിരന്തരമായ ദാനധർമ്മങ്ങൾ. റസൂലുള്ളാഹി വഫാത്തായിട്ട് 48 കൊല്ലത്തോളം അവർ ജീവിച്ചതായിട്ടാണ് കണക്ക്. ഒരു 48 കൊല്ലത്തോളം ആയിഷ ബീവി ലോകത്ത് ജീവിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കിടക്കുന്നു എന്നുള്ള വാർത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അടുത്ത് എത്തി. അവരു പണക്കി സ്വർണത്തിന്റെ, അവർക്ക് ജീവിക്കാനുള്ള സ്വർണ്ണ നാണയത്തിന്റെ കീ കൊടുത്തയച്ചിട്ട് ഒരു സ്വകാര്യ കാര്യം അവരെന്ത് ചെയ്യുന്നു എന്നറിയാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അറിയാം അവരെന്ത് ചെയ്യും, ധാരണയുണ്ട്. അപ്പൊ അവര് ഇത് കൊണ്ടുപോയി വൃത്തിയുടെ കയ്യിൽ കൊടുത്തു. വൃത്തിയ ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് വൃത്തിയുടെ കയ്യിലേക്കും കൊടുത്തു ആയിഷ ബീവി. എന്നിട്ട് പറഞ്ഞു, ഇത് ഇന്ന വീട്ടിൽ 8 ദീനാർ, ഇന്ന വീട്ടിൽ 9 ദീനാർ എന്ന് പറഞ്ഞാൽ അവർ കണക്കിങ്ങനെ പറഞ്ഞു. ഇവർക്കൊക്കെ ദാനം ചെയ്യാൻ. ഇത് പട്ടിണി കിടക്കുകയാണ്, അപ്പോഴാ കിട്ടിയത്. അപ്പൊ വീട്ടുവേലക്കാരി ചോദിച്ചു, അല്ലുമ്മ നമ്മൾ പട്ടിണി കിടക്കല്ലേ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ, എന്തെങ്കിലും ഒന്നതിൽ നിന്ന് 1 ദീനാർ എങ്ങാണ്ട് എടുത്തു അവര്, ബാക്കി മുഴുവനും ദാനം ചെയ്യും. അങ്ങനെ അവരൊക്കെ സ്വർഗത്തിലെത്താൻ പോണം, അല്ലേ? ഇപ്പൊ നിങ്ങൾക്കറിയാലോ, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പറ്റി പേരെ പറയണെന്നറിയോ? 1 ലക്ഷം റുപ്യ കയ്യിലുണ്ടെങ്കിൽ 100 റുപ്യാണ് ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി മുഴുവനും ദാനം ചെയ്യും. 1 കോടി റുപ്യ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു, 10 റുപ്യ മതി ഇന്നത്തെ ചെലവിന്, എന്നാ ബാക്കി മുഴുവൻ ദാനം ചെയ്യും. നാളെ ഒരു സൂര്യോദയത്തേക്ക് ആ പണം വെച്ചേക്കൂല. അങ്ങനെ സ്വർഗത്തെ ഇഷ്ടപ്പെടുകയും സ്വർഗത്തിലെത്താൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്തവരാണ് അവര്. ഈ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും, ദാനധർമ്മങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പറഞ്ഞു, റസൂൽ പറയാ, മഅ്ശറൻ നിസാ, ഞാൻ മിറാജിന്റെ രാത്രിയിൽ നരകം കണ്ടു, അതിൽ നിങ്ങളാ കൂടുതൽ. 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ നിരന്തരമായി അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോളി. 2, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചോളി. കിട്ടിയ അവനാന്റെ മോതിരവും കാതിലും ഒക്കെ ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് മരിച്ചാല് ബാക്കിയുള്ളവർ അത് കാതുമെന്നും കഴുത്തുനിന്നും കഴിച്ചെടുക്കും. നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് നിങ്ങൾ 1 പവൻ അത് ദാനം ചെയ്തേക്കും മരിക്കുന്നതിന് മുമ്പ്. അതിങ്ങനെ വെച്ച്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കും, എന്റെ കുടുംബത്തിൽ ഒരു താത്ത, ആ താത്ത ഇങ്ങനെ കാത് നിറച്ചും പൊന്നിട്ടിട്ട് 2 കാതും അറ്റ് താഴെ വീണ്. ജീവിതകാലത്ത് അവർ ദാനം ചെയ്യാൻ ഒരുപാട് പറഞ്ഞു, ആളുകൾ സന്നദ്ധരല്ല. അതെ, അങ്ങനെയുള്ള സ്ത്രീകളോട് ഒരിക്കല് ഞാനൊരു പ്രസംഗത്ത് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർണ്ണാണോ വേണ്ടത് സ്വർഗാണോ? അതാ ഖുറാഫുകൾ ക്ലിപ്പിംഗ് ഇടുന്നത്. ഏത്? ആ സ്വർണം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച് സ്വർഗം നേടിക്കൊള്ളിയെന്നായില്ലേ. ഇവരെന്താക്കിയെന്നറിയോ? നിങ്ങളെ സ്വർണ്ണം എനിക്ക് തരി, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാന്ന് ഞാൻ പറഞ്ഞു. ഏയ്, എന്താ ഈ കൗമിന്റെ ഒരു കഥ? ഈ കൗമിന് പറഞ്ഞു കൊടുത്ത അതിന്റെ അപ്പുറം എന്താ അറിയോ? സ്ത്രീകളെ നിങ്ങളിങ്ങനെ സ്വർണം കെട്ടിപ്പൂട്ടി വെച്ചാൽ മരിച്ചു പോയാല് നിങ്ങളെ സ്വർണ്ണമൊക്കെ ബാക്കിയുള്ളവർ അനന്തരം എടുക്കും, നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ നിങ്ങളതെന്ന് പറഞ്ഞ് നിങ്ങളെ കഴുത്തിലും കാതിലും ഒക്കെ ഉള്ള കാലത്ത് അള്ളാന്റെ മാർഗത്തിലേക്ക് കൊടുത്തിട്ട് സ്വർഗം നേടിക്കോളി എന്നാണ് ആ ക്ലിപ്പിങ്. അത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പാവപ്പെട്ടോലെ സ്വർണം വേണോ സ്വർഗം വേണോ എന്ന് ബാലുശ്ശേരി ചോദിച്ചിരിക്കുന്നു. ഇങ്ങനെ നുണ അതിങ്ങനെ പ്രചരിപ്പിക്കുന്നു. ആയിക്കോട്ടെ, അവർക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ മത്സര വിടുവോ? അല്ല, കള്ളത്തരം കാണിച്ചാൽ എന്നെ വിടുവോ? നിങ്ങളെ വിടുവോ? ഇല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നരകത്തിന്റെ അഗാധതകളിൽ എത്തിപ്പെടാതിരിക്കാനുള്ള അങ്ങേയറ്റത്തെ ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുക. അതിൽ വളരെ പ്രധാനമാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് വദുക്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. ഈ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയുന്ന പോയിന്റ്, ഈ ആയത്ത് പ്രയോഗവൽക്കരിച്ച് എത്ര ആള് മുസ്ലിംകൾക്കിടയിലുണ്ട്? അത് ശ്രദ്ധിച്ചേ. എവിടെ? സൂറത്ത് അഹ്സാബ്, ഖുർആനിലെ എത്രാമത്തെ അധ്യായ? 33-ാമത്തെ അധ്യായം. ഞാൻ ഇന്ന് അധ്യായത്തിൽ നിന്ന് എത്രയോ വചനങ്ങൾ ഉദ്ധരിച്ചു. ആ അധ്യായത്തിലെ 34-ാമത്തെ വചനം, 33-ാം അധ്യായം 34-ാമത്തെ വചനം. നിങ്ങളുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും
സുന്നത്തും നിങ്ങൾ ഓർക്കുക. സത്യത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീ പുരുഷന്മാരോടും ചോദിക്കുകയാണ്, ഖുർആനും സുന്നത്തും നമ്മുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്തിട്ട് ഓർക്കാൻ മാത്രം നമ്മുടെ വീട്ടിൽ നടക്കണ്ടോ? നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ചാനലും സിനിമയും സിനിമയും അല്ലാതെ വേറെ എന്താ അവിടെ നടക്കുന്നത്? രാവും പകലും നമ്മുടെ ഭവനങ്ങളിൽ ചാനലുകൾ ഇങ്ങനെ 24 hours ചാലുവാകല്ലാതെ എന്ത് ദീന? സാധാരണ വീട്ടിലെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയാല് തലേന്ന് പോയ കല്യാണ വീട്ടില് ആ വീടിന്റെ പ്രത്യേകത, ആ വാതിലിന്റെ പ്രത്യേകത, അവിടെ ഇട്ട വിരിന്റെ അതൊക്കെ അല്ല എങ്ങനെയുണ്ട്? ഉമ്മ പറയും, എന്താ നിങ്ങൾ ഇങ്ങനെ കുത്തിരിഞ്ഞോളി മനസ്സാ കണ്ടങ്ങള്. അങ്ങനെ ആ ഭാര്യമാർക്ക് ഉണ്ടാക്കി കൊടുക്കല് അവിടെ തുടങ്ങി ഈ കഥ. ബിരിയാണി തരക്കടില്ലല്ലേ, ഒരു നല്ലൊരു ടേസ്റ്റ്, അണ്ണാക്കെന്നൊക്കെ ഇറങ്ങുമ്പോ ഇതിന് രുചി എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പൊ കാക്ക മറ്റേ കഥ മറിച്ചേ കഥ അതൊക്കെ അങ്ങനെ ഇതെല്ലാം പറയും. അപ്പൊ കൂട്ടത്തിൽ അത്യാവശ്യം പഠിച്ചവരെ പേടില്ലോ പറഞ്ഞ്, ഞാൻ നിങ്ങൾക്കൊരു കേസ് ഇട്ടിട്ടില്ല, അത് കേട്ടോളി. അത് ഇട്ടു കൊടുത്താലോ? അടുക്കളയിൽ കുറെ സമയം പോയി നോക്കിയിട്ട് നിറഞ്ഞ ഉമ്മ അടുക്കളയിലേക്ക്. മറ്റോ പറയും, ഇന്നൊരാൾ ഫോൺ വിളിച്ചിരുന്നു, അവനോട് 10 minute മുമ്പ് ചെല്ലാറിനായിരുന്നു, സമയം മറന്നേ മോൻ അവിടെ നിന്ന് എണീറ്റ്. ദീന് എന്തെങ്കിലും ചെല്ലാൻ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, സിനിമ 2.5 മണിക്കൂർ കണ്ടിട്ട് ദുനിയാവിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 2.5 മണിക്കൂർ എത്ര സമയം ഇല്ല. നേരെ മറിച്ച് 5 minute ഖത്തീബിന്റെ ഖുതുബ കൂടിയാലോ, ഇയാൾ ഇനി വേണോ വേണ്ടേന്ന് ഒരു മീറ്റിംഗ്. 5 minute കൂടിയതിന് എന്തിന്? 5 minute അയാൾ ഒരു ആയത്തും ഒരു ഹദീസും പറഞ്ഞു, അതിന് ഇനി ഇയാൾ വേണോന്ന് മഹലിൽ മീറ്റിംഗ്. എന്നിട്ട് മൗലവിനോട്, മൗലവി അടുത്ത ആഴ്ച ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ട. ഈ കൗമ് നന്നാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിപ്പോ എന്താ അറിയോ, പള്ളി പ്രസിഡന്റിനോ പള്ളി സെക്രട്ടറിക്കോ ഒക്കെ അടി കിട്ടിയാണ്ടല്ലോ. എങ്ങനെ? ഖത്തീബ് എന്നൊരു ഖുതുബ അയാൾക്ക് തോന്നുന്നത് ഇന്ന പ്രസിഡന്റിനെ പറ്റിയാണ്. അപ്പ തന്നെ പ്രസിഡന്റ്, അല്ല കുഞ്ഞായ്മേ ഇന്നത്തെ ഖുതുബ കേട്ടില്ലേ, അതിനെ പറ്റി തന്നെയല്ലേ? നിങ്ങളെ പറ്റി അല്ലാണ്ടോ ഓ മൂപ്പേറ്റി. എന്നാ പിന്നെ നമ്മളൊരു മീറ്റിംഗ് കൂടിയല്ലേ, ഓനെ പുറത്താക്കാൻ. നല്ലൊരു ഖത്തീബ്, ആ സാധു ഖുർആൻ ഉദ്ധരിച്ചപ്പോ ഖത്തീബ് ഇയാൾക്ക് തോന്നിയത് അന്നെ പറ്റിയാണ്. അതൊരു ഈമാനിന്റെ ഭാഗ. ഇത് പള്ളി പ്രസിഡന്റ് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലേ അയാൾക്ക് ഈമാനുണ്ട് എന്നാ റസൂല് പറഞ്ഞ്. അയാൾക്ക് ഈമാനുണ്ട്, അയാൾ ബേജാറാണ്ട. കാരണം അയാളൊരു ന്യൂനത ആണെന്ന് പറയും, തിരുത്തിയല്ലേ വേണ്ട, അയാൾ ഒഴിവാക്കുക വേണ്ട. എൻ്റെ ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ച മൗലവി, നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം തരട്ടെ, നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട് എന്നല്ലേ ശരിക്കും പറയണ്ട്. മറ്റേതല്ല മീറ്റിംഗ് കൂടിയിട്ട് അയാളെ ബേജാറ് കൊണ്ട് പറയണം. ഇസ്ലാം പഠിച്ചു നോക്കുമ്പോഴുള്ള ബേജാറ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന മൂക്കുതലയിലെ കൗമിനോട് മനസ്സിലായോ? നിങ്ങൾക്ക് 2 അവയവങ്ങളുടെ പേരാ നിങ്ങൾക്ക്, മൂക്ക് തല. നിങ്ങളെ തല നന്നായിട്ട് വർക്ക് ചെയ്തോട്ടെ, തല നന്നായിട്ട് വർക്ക് ചെയ്തോട്ടെ. നിങ്ങൾ മൂക്കു തലക്കാരാണല്ലോ, അതുകൊണ്ട് നന്നായിട്ട് ആ തലയോട് വർക്ക് ചെയ്തോട്ടെ. നന്നായിട്ട് ആലോചിച്ചോളൂ. ഇനി വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യം പറയാം. സാധാരണ പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്കൊന്ന് പോയി നോക്കി. മനസ്സ് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിലേക്ക് ഫ്ലാറ്റ് TV ഒരു ഭാഗത്ത്, ഫ്രിഡ്ജ് ഒരു ഭാഗത്ത്, വാഷിംഗ് മെഷീൻ ഒരു ഭാഗത്ത്, എല്ലാവരുടെ വീട്ടിലും ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, എല്ലാ റൂമിലും എല്ലാവരുടെ അടുത്തും 5000-ന്റെ 6000-ന്റെ മൊബൈല്. എന്നാ വീട് മുഴുവൻ അരിച്ചു പെറുക്കി 1600 റുപ്യക്ക് കിട്ടുന്ന 4 വോള്യം അമാനുവലിന്റെ പരിഭാഷ ഉണ്ടോ? ഇല്ല ഇല്ല. എന്നാ ഇതൊക്കെ അല്ലേ 1,60,000 റുപ്യന്റെ സാധനമൊക്കെ വീട്ടിലില്ലേ? ഉണ്ട്. 1600 റുപ്യന്റെ അമാനുവലിന്റെ തഫ്സീറുണ്ട്. വലിയ മുജാഹിദാ, സെക്രട്ടറിയാ, പ്രസിഡന്റാ, വലിയ ആളാ, എല്ലാത്തിലും മുന്നിലുണ്ടാവും. സഹീഹ് മുസ്ലിം ഉണ്ടോ, ബുഖാരി ഉണ്ടോ? ഒറ്റ പരിഭാഷയില്ല. അല്ലാഹു പറയാ, വദുകുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ വീട്ടിൽ ഖുർആനും സുന്നത്തും ഉണ്ടാവണം. അതായത് ശരിക്കും വേണ്ടതെന്നറിയോ, ഒരായത്ത് ഇങ്ങനെ വായിക്കുക, ഒരു ഹദീസ് മക്കൾക്ക് പറഞ്ഞു. മക്കളെ, ഈ ആയത്തിന്റെ തഫ്സീറിൽ വന്ന ഹദീസ് ഇതാ മക്കളെ, ഇതാ മുജാഹിദ്, ഇതാവണം മുസ്ലിം ആണോ? ഓരോരുത്തരും സ്വയം ചിന്തിച്ചു നോക്കി. അവനാന്റെ വീട്ടിൽ ദീനി ഒരു ഭാഗത്ത് നോക്കുമ്പോൾ പങ്കജുദാസിന്റെ ഗസല്, മറുഭാഗത്ത് നോക്കുമ്പോൾ കൊല്ലം ഷാഫിന്റെ പാട്ട്, ഇപ്പുറത്ത് നോക്കുമ്പോൾ യേശുദാസിന്റെ ഗാനം, ഇപ്പുറത്ത് നോക്കുമ്പോൾ മോഹൻലാലിന്റെ സിനിമ. ഞാനൊരു സ്ഥലത്ത് ചെന്നിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി ഒരു പ്രസിഡന്റിന്റെ വീട്ടിൽ പോവുക. അയാൾ ഭയങ്കര ഓട്ടം എന്ന് പറഞ്ഞ ഏത് ജാതി PT ഷോയിൽ തോറ്റു. ഞാനും പോയ അയാളെ പിന്നാലെ. ഇയാൾ എന്താ ഓടുന്നതെന്നറിയാൻ എന്റെ മനസ്സ് തോന്നി. എന്തൊരു മര്യാദ ഇല്ലാതെ, ഞാൻ ഈ നാടും വഴിയൊന്നും അറിയാത്ത ആൾ ഇയാൾ ഓടുക. കൊല്ലം കൂടി വീട്ടിലെ കോണി ചാടി കയറി ഇയാൾ പറയാ, മക്കളെ മൗലവി വരുന്നുണ്ട്, സിനിമ ഓഫാക്കി. ഇയാൾ എന്തിനാ പിന്നെ മണ്ഡലം പ്രസിഡന്റ് ആയത്? അവിടെ പോയി ഞാൻ ആ സോഫയിൽ ഇരുന്ന് നോക്കുമ്പോണ്ട് ഇത്ര അട്ടി സിനിമ കേസറ്റ് അരിച്ച് പെറുക്കിയിട്ട് ഒരു ഹുസൈൻ സെൽഫിന്റെ കേസറ്റ്. ആരുതുമില്ല. ഒരു നല്ല പ്രസിദ്ധീകരണം അതുപോലും ഇല്ല. ചില വീട്ടിലൊക്കെ ചെന്നാ കാണാ അൽമനാറും വിചിന്തനും ഒക്കെ ഇങ്ങനെ ആക്കിയിട്ട് പേക്കാക്കി അതിന്റെ നടുവിൽ വെള്ളക്കടലാസില്ലേ, ആ കോലത്തിൽ ഇങ്ങനെ കിടക്കുന്നു. 10 കൊല്ലം മുമ്പുള്ള തൊട്ടു നോക്കിയിട്ടില്ല. മുജാഹിദാണ്. ആത്മവിമർശനമാണ്, തെറ്റിദ്ധരിക്കണ്ട.
നല്ലോണം ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇതൊരു ആത്മശുദ്ധീകരണമാണ്. ഇനി ഇത് കേട്ടിട്ടുണ്ട് ഖുറാഫിക്ക് ഒരു ക്ലിപ്പിംഗ് ഇടല്. മുജാഹിദുകൾക്ക് ഖുതുബയിൽ സക്കറിയ വലിയെ ബോധ്യപ്പെടുത്തി കൊടുത്തൊക്കെ ഖുതുബട്ട് സുഖിക്കുന്ന ഖുറാഫികളെ സ്വന്തം കുടുംബത്തെ തിരുത്താൻ ശ്രമിച്ചത് പോലും പണ്ടാരൊന്ന് പറഞ്ഞ് അമ്പട്ടന് ആലിന്റെ ഇത് ഇതാക്കിയാൽ അവിടെയും കുളിരുന്നോ എന്നൊന്നും പറയാറുണ്ട്. ഖുറാഫിക്ക് അങ്ങനെയാ, എന്തായാലും എന്ത് കിട്ടിയാലും ക്ലിപ്പിംഗ് ഇടാ കിട്ടിയാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട പോയണ്ട. ഓരോ കൂട്ടത്തിൽ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാത്ത എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഒരു തിന്മ കണ്ടിട്ട് എതിർക്കാൻ നട്ടലുള്ള ഒരാണ് ആ കൂട്ടത്തിൽ വേണ്ടേ? അതില്ല. നമ്മളെ പ്രസ്ഥാനം അതല്ല. ഒരു തിന്മ ആരെടുത്ത് കണ്ടാലും ഒരു തിന്മയാന്ന് പറയാനുള്ള ഒരു ധൈര്യോ, അപ്പൊ പ്രശ്നം ഉണ്ടാവും. ഓൻ ആ തിന്മ തിരുത്താൻ തയ്യാറില്ലേ? ഇവരോനോട് പറയുന്ന കാലത്തോളം ഓനെ എതിർക്കൂ. അപ്പൊ നമുക്ക് തോന്നുന്നു അയാൾ വേറെ ഇയാള് വേറെ. മറ്റേതെന്താ? ശിർക്ക് ചെയ്തൂടെ? ഓ ദർഗ പോയിക്കൂടെ? ഓഹോഹോ ഒരു പ്രശ്നവും ഇല്ല. മമ്പർദങ്ങളെ വിളിച്ചൂടെ? ഓഹോ വിരോധമില്ല. കുനൂത്തോതണോ? ഓതിക്കോ ഓതാണ്ടെന്നോ. കയ്യെട്ടണോ? കെട്ടിക്കോ കെട്ടാണ്ടെന്നോ. ഒതെടുക്കണോ? എടുക്കണോ എടുക്കാണ്ടെന്നോ. പക്ഷെ വോട്ട് ഞങ്ങളുടെ വെൽഫെയർ പാർട്ടിക്ക് തന്നെ ചെയ്യണം എടോ. അത് ഞങ്ങൾക്ക് തന്നെ ചെയ്യണം, എന്നാലേ നിങ്ങൾ സ്വർഗത്തിലോ. നിങ്ങൾ വേറെന്ത് തലയെ തട്ടണോ? മണട്ടോ മൈലമ്മടുന്നില്ലല്ലോ, കുയിലമ്മയില്ല. പിന്നെ തിരൂരടുത്തിയമാതിരി സിംഗിൾ ഡാൻസ് ആണ്, അതും പ്രശ്നമല്ല. ഏത് മറ്റൊരുത്തന്റെ ഭാര്യ സ്റ്റേജിൽ വന്നിട്ട് ഡാൻസ് കളിക്കുക. നിങ്ങൾ ആലോചിച്ചേ. എന്നിട്ട് ഓള അങ്ങലാവണ്യം ബാക്കിയുള്ള ഇങ്ങനെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നടത്തിയതാ തിരൂര് എത്രയോ ദിവസം. ദാ കൗമ്, ഈ കൗമെന്ന് മുജാഹിദുകൾ ഇതാ വേറിട്ട് നിൽക്കണം. അതിന് തൻ്റെയുള്ള ആളുകൾ വേണം, ശക്തമായ ദൈവത്ത് വേണം. അപ്പോഴേ ഈ സമൂഹം നന്നാവും. നമ്മള് ലിമ തഖൂലൂന മാലാ തഫഅലൂൻ എന്ന് ലോകത്തോട് പറയുന്നവരല്ലേ? നിങ്ങളുടെ പ്രവൃത്തിയിലില്ലാത്ത നിങ്ങൾ ജനങ്ങളോട് ബടായി പറയല്ലേ? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ജനങ്ങളോട് നിങ്ങൾ പറയേ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറന്നു പോവുകയാണോ? 2-ാം അധ്യായം 43-ാമത്തെ വചനം. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കേ. ഇപ്പൊ സാധാരണ ഒരു കുട്ടി ജനിച്ചിട്ട് 28-ന് കുളിച്ചു കഴിഞ്ഞാല് ഉമ്മ മുല കൊടുക്കുന്നത് പോലും ചാനൽ മുമ്പിൽ ഇരുന്നിട്ടാ അല്ലേ? മിക്ക വീട്ടിലും അല്ലേ? ആ കുട്ടിന്റെ ഇടങ്കണ്ണിങ്ങനെ നോക്കി നോക്കി കോങ്കണ്ണ് വരെ ആയി പോയിട്ടുണ്ടാവും. ഈ പ്രത്യേകിച്ച് കുട്ടികൾ ഈ സ്ക്രീനിന്റെ ലൈറ്റും മിന്നലും ഒക്കെ കണ്ട കുട്ടികൾ എന്ത് ചെയ്യും? അതിലിങ്ങനെ നോക്കി. സ്വാഭാവികം. ഒരു നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോളി. ഒരു കുഞ്ഞ് ജനിച്ചു വീണപ്പോ തന്നെ ഉമ്മ നല്ല പണ്ഡിതന്മാരുടെ കേസറ്റ് ഇങ്ങനെ കേൾക്കുകയാണെങ്കിലോ ആ കുട്ടി എന്താ കാണുക? അപ്പൊ അതാ ഇപ്പൊ എനിക്കൊക്കെ ഉള്ളൊരു അനുഭവം എന്നറിയോ? ഏത് ചെറിയ മക്കളെ എടുത്ത് ഇങ്ങനെ ചെന്ന ഇതാരാടാ? മുജാഹിദ് വായിച്ചേരി. ഇതാരാ മോനെ? ചെലപ്പി. ഇതാരാ മോനെ? നമുക്ക് വരെ. എങ്ങനെ ഈ കുട്ടിക്ക് ഇത് പറയാൻ കഴിഞ്ഞ്? ആ വീടുകളിൽ അവര് കാണുന്ന ആളുകൾ ഇതാണ്, നമ്മുടെ പണ്ഡിതന്മാരാണ്, നമ്മുടെ പ്രസംഗങ്ങളാണ്. നേരെ മറിച്ച് ഇതാരാ മോനെ? മെമ്മിട്ടി. എങ്ങനെ മെമ്മിട്ടി സ്റ്റൈലാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹ് പറയാ. ഈ ആയത്ത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇന്ന് പോയിട്ട് നോക്കി പഠിക്കേണ്ട ഒരു ആയത്താ പറഞ്ഞേ. ഖുർആനിലെ 17-ാം അധ്യായം 36-ാമത്തെ വചനം. നിന്റെ കേൾവി എന്ത് കേട്ടൂന്ന് അള്ളാഹ് ചോദിക്കും. പടച്ചവനോട് എന്താ സഹോദരിമാരെ പറയാ? എത്രയോ വൃത്തികെട്ട ഡയലോഗ് സിനിമയിൽ നിന്ന് കേട്ടൂന്നോ? നീ എന്ത് കണ്ടു? നിന്റെ കണ്ണ് മുഴുവനും ചാനലിലായിരുന്നു. നമ്മുടെ മക്കളൊക്കെ അത് കണ്ടിട്ടാ വളരുന്നു. അതുകൊണ്ടാ അവര് മോശമായി പോയത്. അതുകൊണ്ടാ അന്നത്തെ മക്കള് ഉമ്മാന്റെ നേരെ വരെ വരുന്നത്. ഉമ്മ ഒറ്റക്ക് കിടക്കുന്ന ബെഡ്റൂമിൽ വരെ മക്കൾ കയറി ചെന്നില്ലേ? ഈ അടുത്ത കാലത്ത് ഉണ്ടായില്ലേ? അവിടേക്ക് ആരെത്തിച്ചു? ഇത് ബാപ്പല്ല, ഉമ്മ മാത്രം. മകൻ എഴുന്നേറ്റ് ചെല്ലുകയാണ് ഉമ്മാന്റെ അടുത്ത്. എവിടെ എത്തിയിരിക്കും നമ്മുടെ സമുദായം? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എവിടെ? അല്ലാഹനെ പേടിക്കണ്ടേ? വലഖദ് ജീതുമുനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കൊറ്റക്ക് ആ ഒറ്റക്കൊറ്റക്ക് ഉമ്മ പ്രസവിച്ച പോലെ പരലോകത്ത് പോയിട്ട് നിൽക്കും മനുഷ്യര്. 19-ാം അധ്യായം 71. വൈമിൻകും മില്ലാ വാരിദുഹാ കാനാ ലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യാ. ഇല്ല, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. കാനാ ലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യാ. അത് നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. ആ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷിക്കണം. ടൈറ്റ് ജീൻസും അല്ലേ? ഇന്നത്തെ മക്കളുടെ ഒക്കെ ഒരു അവസ്ഥ എന്താ? മോനിട്ട പാൻസ് ഉണ്ടല്ലോ, അത് ഏത് മോനോടി വരിക. ഉമ്മ വിചാരിച്ച ഓനാരോ കൊല്ലാൻ ബേക്കിൽ ഓടുക. ഒന്നുമില്ല, ഓന് രണ്ടിന്
മുട്ടി ഓടുക. വന്നിട്ട് ബെഡിലേക്ക് ഓൻ ഒരൊറ്റ കിടത്ത. എന്നിട്ട് ഉമ്മച്ചിനോട്, ഉമ്മച്ചിയെ എന്റെ പേന്റൊന്ന് വലിച്ചൂടി. ഇപ്പൊ നിങ്ങളുണ്ടല്ലോ കൊതുക് വല കിട്ടാനില്ല, ഒറ്റ പിടിയല്ലോ. കൊതുക് വലയൊക്കെ പെൺകുട്ടികളുടെ ചുരിദാറിന്റെ കയ്യായി, കൊതുക് വല കംപ്ലീറ്റ് കയ്യായി. എവിടെ നമ്മുടെ കൗമ്, എവിടെ വിശ്വാസി സമൂഹം? ഞാൻ ഈയിടെ ഒരു പദ്ധതി കുറച്ച് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ടെക്സ്റ്റൈൽസ് എന്നിട്ട് ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ. അള്ളാനെ പേടിക്കുന്നവർക്ക് ഇടാൻ പറ്റിയ തുണിയും കുപ്പായും. മറ്റേ ഇല്ല കേട്ടോ. ഇറച്ചി വാരി പൊതിഞ്ഞ വയറില്ലേ, അതിനെന്താ പറയാ, ബനിയൻ ക്ലോത്ത് എന്നോ എന്തൊക്കെയോ പേരുകളിലാണ് ഇതൊക്കെ ഇറങ്ങണ്. കുട്ടികളുടെ ഡ്രസ്. മക്കൾ വന്നിട്ട് പറയും, ഞമ്മക്ക് പാട്ടിയാല 1, പാണ്ഡ്യാല 2, ഇറാനി 3. ഇതൊക്കെ എന്താ സാധനം? ഡ്രസ് കോഡ്, സാത്താന്റെ ഡ്രസ് കോഡ്. അതിൽ ആകൃഷ്ടരല്ല എല്ലാരും അല്ലേ? അല്ലേ മുസ്ലിങ്ങൾ നടത്തുന്ന ടെക്സ്റ്റൈൽസ് വരെ അറിയാം എനിക്ക്. അതുവരെ ഇതല്ലേ അവസ്ഥ? നിസ്കാരത്തായമ്പുള്ള കേശർ സീറ്റിൽ ഇരിക്കുന്ന ആളുകളെ. പക്ഷേ എന്തു ചെയ്യും? ഇതല്ലാത്ത വേറൊന്നും വാങ്ങാനില്ല. ഇതല്ലാത്ത മുസ്ലിങ്ങളുടെ ടെക്സ്റ്റൈൽസ് പോലും സ്ത്രീകളുടെ ബ്രാൻഡ് പരസ്യം ഇങ്ങനെ കംപ്ലീറ്റ് ചെസ്റ്റ് പുറത്തല്ലേ അല്ലേ? എത്ര നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്! സുബ്ഹാനല്ലാഹ്. എവിടെ ഏത് പരസ്യം കൊടുത്ത് എത്രത്തോളം വൾഗറാമാകാമോ? ഇപ്പൊ എനിക്ക് തോന്നുന്ന ആണുങ്ങളാണ് പൂർണ്ണ സെക്സ് ആയിട്ട്. കേട്ടില്ലേ പല സ്ഥലത്തും വലിയ സ്ക്രീനിൽ ഈ ചങ്ങായി ഇതും നോക്കി വളയെങ്ങനെ പിടിക്കാതെ കിടക്കുന്ന കൊക്കയില്. ഏത് ഈ ഡ്രൈവറിൽ തന്നെ ഉണ്ടല്ലോ, ഓൻ 5-8 ദിവസമായി ഉണ്ടാവും ഭാര്യനൊക്കെ വിട്ടു പോന്നിട്ട്. ഓൻ വളവിലെത്തിയപ്പോ കണ്ട് നോക്കി അതാ കിടക്കണ 5 എണ്ണത്തിന്റെ മയ്യത്ത്. ഇത് പാടില്ല എന്ന് സർക്കാർ എത്ര കാലായി പറയുന്നു. ഇത് ഞാൻ രസകരമായി അവതരിപ്പിക്കുന്നു, നിങ്ങൾ വിചാരിക്കണ്ട. അവസ്ഥ ഇതല്ലേ? ആരെതിർക്കാനുണ്ട്? മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദലിക അളഫുൽ ഈമാൻ. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഒരു തെറ്റ് കണ്ട കൈകൊണ്ട് എടുക്കേണ്ടവർ തടുക്കണ്ടേ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ സ്വർഗം നേടാൻ ചെയ്യാൻ പറ്റുമോ? 3 കാര്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അള്ളാനെ മാത്രമേ ആരാധിക്കാവൂന്ന് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതുണ്ടാവില്ല. നിങ്ങളെ മനസ്സിലാക്കിയവർ. എന്നാലേ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യം ചാനൽ കട്ട് ചെയ്യുക, മക്കളുടെയൊക്കെ ഡ്രസ് കോഡ് നന്നാക്കുക, എന്നിട്ട് കൃത്യമായി നിസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ ഒന്ന് ആരംഭിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. വീട്ടിൽ നിന്ന് പ്രതിമകള്, പിക്ചറുകള് ഇതൊക്കെ എടുത്ത് മാറ്റുക. പിശാചിന് ഇഷ്ടമുള്ള വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് 24 hours ദീനിന്റെ കാര്യങ്ങൾ പറയാ. ഉമ്മച്ചിന്റെ അടുത്ത് മക്കൾ വന്നെന്ന നിസ്കാരത്തിന്റെ മാഹാത്മ്യം. ഇപ്പൊ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. അസറിന് കുട്ടി LKGയോ UKGയോ CBSE സിലബസ് എവിടോ ആട്ടെ അവിടെ ചേർത്തി കുട്ടി ഇങ്ങനെ അസറിന് സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വരുമ്പോ ഉമ്മ എവിടെ? ഉമ്മ നിസ്കാര മുസല്ലയില് ഉമ്മച്ചി ഇങ്ങനെ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ ദിക്ർ ചെല്ലുന്നാണ് ആര് കാണേണ്ടത്? ശരിക്ക് മകൻ കാണുക. അപ്പൊ ഉമ്മച്ചി ചോദിക്കും, മോനെ നിസ്കരിച്ചില്ലമ്മ, നമ്മ പോയിട്ട് ഒന്നെടുത്ത് വാ, എന്റെ കുട്ടി നിസ്കരിച്ചോ? ഉമ്മച്ചി ചോറ് വിളമ്പി വെക്ക. ഇതല്ല. ഉമ്മച്ചി ചാനലിന് മുമ്പിൽ നിന്ന് പണ്ടാരപ്പായ വാണേ പോയി എടുത്തുന്നോ. പിന്നെ എങ്ങനെ കുട്ടി എന്നാവുക? പിന്നെ എങ്ങനെ കുട്ടിന്റെ മനസ്സിൽ തന്നെ ഉമ്മാനെ കുറിച്ചുള്ള പിക്ചർ എന്താ? മറ്റേതല്ല. നിങ്ങൾ ഉമ്മമാര് ശരിക്ക് ചിന്തിക്കണം. മക്കള് രാവിലെ SLC പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി എഴുന്നേക്കും വേണ്ടി ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കണം. പാവം എന്റെ ഉമ്മച്ചിക്ക് അല്ലാതെ എന്തൊരു പേടിയാണ്. അസറ് സ്കൂള് വിട്ട് വരുമ്പോ കുട്ടി കാണുന്ന ഉമ്മച്ചി ഖുർആൻ ഓതുക. എന്റെ ഉമ്മച്ചി സത്യം, ഞാൻ എൻ്റെ ഉമ്മനെ കണ്ട ജീവിതത്തിൽ അങ്ങനെയാണ്. സത്യം, സുബഹിസ്കാരം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ കണ്ണട വെച്ചിരിക്കണം എൻ്റെ ഉമ്മാനെ ഞാൻ അന്നൊന്നും കണ്ട്. ജീവിതത്തിൽ എന്ത് ദീനുണ്ടോ അതൊക്കെ ഉമ്മാനെയും ബാപ്പാനെയും പ്രത്യേകതയാണ്. അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. എന്നൊരു ഭാഗം തളർന്ന് എൻ്റെ ഉമ്മ കിടക്കുകയാണ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ഞാൻ ഉമ്മച്ചിക്ക് ഒരു പേനയുണ്ട് ഖുർആൻ ഓതുന്ന ആയത്തിൻ്റെ നേരെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ അതൊരു കൈകൊണ്ട് വെച്ചു കൊടുക്കാൻ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. മറ്റ് സ്ഥിരമായി ഇത് കണ്ട് വളരുന്ന മക്കൾ കേടുവരുമോ? സത്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾ 7 മക്കളും എൻ്റെ അമ്മനെ ഇപ്പനെയും ജീവിതത്തിൽ ഞങ്ങൾ കണ്ട അങ്ങനെയാണ്. 39 കൊല്ലം മുമ്പ് എനിക്ക് മുജാഹിദ് എന്ന് പേരിട്ടൊരു പിതാവ്. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയാൽ എൻ്റെ മക്കൾ കേടുവരുമോ? നിങ്ങൾ പറയും നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ മക്കൾ കേടുവരുമോ? ഒരു ചെടി നട്ടിട്ട് സ്ത്രീകൾക്ക് വേഗം മനസ്സിലാവും. ആ ചെടിക്ക് ചുറ്റിലും മാന്തി കളയൊക്കെ പറിച്ചു കളഞ്ഞ് നല്ല വളവും വിത്തും ഒക്കെ ഇങ്ങനെ നോക്കി പരിപാലിച്ച് ആവശ്യമില്ലാത്ത ചെകയൊക്കെ ഒന്ന് അടർത്തി കൊടുത്ത് അതിന് നിങ്ങൾ സ്ഥിരമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നല്ല രസത്തിൽ വളർന്ന് അല്ലേ? നിങ്ങളെ മക്കളെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നും അടുക്കളയിൽ പാത്രം കഴുകിയില്ല നിങ്ങൾ? എന്നും നിങ്ങളെ മക്കളെ ഖുർആൻ കൊണ്ട് ശുദ്ധീകരിക്കല്ലോ? ഇല്ല. എന്നും ദുനിയാവിൻ്റെ കാര്യത്തിൽ സ്ഥിരമായിട്ട് മുട്ടടിച്ച് കയറില്ലേ? എന്നും
എന്നും 10 മിനിറ്റ് ഖുർആൻ ഓത്. മുറ്റടിക്കാതെ നിൽക്കുവോ നമ്മുടെ സ്ത്രീകള്? അടുക്കള തൂത്തുവാരാതെയും തുടയ്ക്കാതെയും നിൽക്കുവോ നമ്മളെന്നും? അങ്ങനെ ഇന്ന് ഖുർആൻ ഞങ്ങൾ വായിക്കും, എന്നും വായിക്കും. എന്നും എന്റെ മോനൊരായത്ത് പഠിപ്പിച്ചു കൊടുക്കും. എന്നാ നമുക്ക് കൂട്ടത്തോടെ സ്വർഗത്ത് പോവാം, എന്നാ കൂട്ടത്തോടെ സ്വർഗത്ത് പോവാം. അങ്ങനെയുള്ളൊരു ശ്രമം. ഖുർആൻ പഠിക്കാതെ തിരിഞ്ഞു കളഞ്ഞാൽ അന്ധനായിട്ടാണ് നിങ്ങൾ നരകത്തിൽ വരിക. അന്ന് അള്ളകൾ മറന്നു കളയും. ഖുർആനിലെ 20-ാം അധ്യായം 124 മുതൽ 126 വരെയുള്ള വചനമാണ്. അതുകൊണ്ട് വളരെ കാതലായി ഈ ഒരു രംഗം നിങ്ങൾ ഉണ്ടാക്കുക. പണ്ടൊക്കെ സൂറത്ത് ബക്കറ ഓതൽ അന്നൊന്നും സുന്നത്തല്ലേ? എങ്ങനെ? മഗ്‌രിബിന്റെ സമയത്ത് 50 ആയത്ത് സൂറത്ത് ബക്കറ ഓതിയാൽ അവിടെ പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് റസൂലുള്ള. പിശാചുക്കൾ വിഹരിക്കുന്നത് മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടക്കാണ്. ആ സമയത്താണ് അവർ കൂടുതൽ വ്യാപിക്കുക എന്ന് വഹിയുള്ള റസൂലാ പറയുന്നത്. അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടാ പറയുന്നത്. അതിലൊരു അന്ധവിശ്വാസവും ഇല്ല. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ബക്കറ, പണ്ടൊക്കെ അങ്ങനല്ലായിരുന്നു. കാരണം പണ്ടൊക്കെ ഇത് ചെയ്തിരുന്നു. അതിനെയും ഖുറാഫാത്താക്കി തള്ളി. യാസീന് മരിച്ചെടുത്ത് ഓതണ്ടാന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. യാസീൻ തന്നെ ഓതണ്ടാന്ന് മനസ്സിലാക്കിയോ എന്ന് സംശയം. അതുകൊണ്ട് ഒരു വീണ്ടും വിചാരം സ്വർഗത്തിന് വേണ്ടി നല്ലതാണ്. സുഖമുള്ള ഏർപ്പാടല്ല. മക്കളെയൊക്കെ തഹജ്ജുദ് നിസ്കരിപ്പിക്കാൻ എഴുന്നേൽപ്പിക്കുകയും പഠിക്കുകയും ആയെന്ന് ശ്രമിക്കുകയും ഖുർആൻ ഓതിക്കൊടുക്കുകയും മക്കൾക്ക് സ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് 5 പെൺകുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പൊ അതിലെന്റെ വലിയ മോള് വന്നിട്ട് ചോദിച്ചു, 11 വയസ്സേ ഉള്ളൂ, ബാപ്പി സ്വർഗത്തിലായിരിക്കില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തേ മോളെ? അല്ല, 3 പെൺകുട്ടികളുള്ള ബാപ്പാര് സ്വർഗത്ത് പോകുന്ന ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട് മദ്രസന്ന്. ഉടനെ അതിന്റെ താഴെയുള്ള അനുജത്തി പറയണം, 2ാമത്തോള്, അതിനെ സ്വർഗത്ത് പോകണമെങ്കിൽ നല്ലോണം നോക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് റസൂലേ. എടാ, അങ്ങനെ പഠിച്ചു വരുന്നൊരു കുട്ടിക്ക് അതായത് മനസ്സിലായാൽ, 4-5 പെൺകുട്ടികളുടെ ഞങ്ങളെ ബാപ്പി അത് സ്ഥാനമുള്ള ആളാണ്, ഇസ്ലാം പഠിച്ച, അതിനനുസരിച്ച് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരെങ്കിൽ നന്നാവും. നേരെ മറിച്ച് നമ്മളൊരു ഫ്ലാറ്റ് TV ഒക്കെ വെച്ച് കൊടുത്ത് മമ്മൂട്ടി മോഹൻലാലും സംഗീതമാണെങ്കിൽ കുട്ടികൾ നന്നാവില്ല. അതിനവരെ പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു ഉദാഹരണം പറയാ, നിങ്ങളുടെ ടാങ്ക് നിറച്ചു നല്ല ശുദ്ധജലം, നല്ല ശുദ്ധജലം. അപ്പൊ വാട്ടർ ടാപ്പ് തുറന്നാൽ എന്താ ഒഴുകുക? ശുദ്ധജലം അല്ലേ? ഇടതടവില്ലാതെ ശുദ്ധജലം ഒഴുകും. ടാങ്ക് നിറച്ചും ചളിവെള്ളാണെങ്കിലോ? ടാപ്പ് നിറച്ചും ചളിവെള്ളം ഒഴുകും. നിങ്ങൾ നല്ല സ്നേഹമുള്ള ദീനുള്ള മാതാപിതാക്കളാണെങ്കിൽ ചെറിയ കുട്ടികൾ നോക്ക്, നബി സുജൂദിൽ ഇങ്ങനെ കിടന്നപ്പോ സഹാബികളൊക്കെ ബേജാറായി, എഴുന്നേക്കില്ല. ഒരു സഹാബി എഴുന്നേറ്റ് നോക്കി, നബി എന്താ സുജൂദ് എണീക്കാത്ത? നോക്കുമ്പോണ്ട് നബീന്റെ പേരക്കുട്ടി പെരടി കിടക്കണ്. പെരടി കയറി അങ്ങ് ഇരുന്ന് ആ മകന് വേണ്ടി നബി കിടന്നു കൊടുത്ത്. അങ്ങനെ പഠിപ്പിച്ചതാ. നബീന്റെ കൂടെ കൊണ്ടുവരുന്നത് കൈ ഇങ്ങനെ പിടിച്ച്. റസൂൽ പറയാൻ, നോമ്പ് വെട്ടാൽ ഉച്ചയോടാവുമ്പോ കുട്ടികളെ ഇങ്ങനെ പിടിച്ചിട്ട് പൂന്തോട്ടത്തിലൊക്കെ അവിടെ കൊണ്ടുപോയാ, എവിടെങ്കിലും ഓലെ ശ്രദ്ധക്കെ അങ്ങനെ ഓരോ നോമ്പുകാരാ. അങ്ങനെ മക്കളങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഞാൻ പറയട്ടെ, മക്കൾക്ക് വേണ്ടി ഇതും പറയലേ ഉള്ളൂ. മക്കളെ ശ്രദ്ധിക്കേണ്ടടുത്തൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ വെക്കേഷൻ ടൈം ഇതാ, ആ സമയത്ത് എല്ലാ രക്ഷിതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 2 മാസം ഈ ജന്തുക്കൾ എങ്ങനെ പോറ്റുക? എല്ലാ ശരിക്കും ഏതൊരു മാതാവും പിതാവും എന്താ പറയുന്നത്? എന്റെ പൊന്നു മക്കളെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 2 മാസം കിട്ടുകയാണ്. ബാപ്പ ഉമ്മ എന്നുള്ള നിലക്ക് മക്കളുടെ കൂടെ ചെലവഴിക്കാൻ നല്ലൊരു ചാൻസാണ്. അവർക്ക് ശിക്ഷണമൊക്കെ നൽകാൻ പറ്റിയൊരു ചാൻസ്, അൽഹംദുലില്ലാ എന്നേതെങ്കിലും ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും അങ്ങനെയല്ലേ വേണ്ടത്? അധ്യാപകർക്കൊന്നും കൊടുക്കാതെ എൻ്റെ മക്കളെ 2 മാസം അല്ല എനിക്ക് തരികയാണ്, എൻ്റെ മക്കളോടൊപ്പം സ്നേഹം പങ്കുവെക്കാനും പഠിപ്പിക്കാനും. മറ്റേതെന്താ അറിയോ? എൻ്റെ മൗലവി ഇച്ചികളെങ്ങനെയേ പൊറപ്പിക്കണത് എന്ന്. അതാണ് നമുക്ക് മടുത്തിരിക്കുന്നു. മക്കളെ പോലും, മക്കൾക്ക് ബാപ്പാരെയും മടുത്തു. അതുകൊണ്ട് മിക്ക മക്കൾക്ക് ഏറ്റവും ഇഷ്ടം വല്യാപ്പാനാ. കാരണം വല്യാപ്പ ഒഴിഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് നിങ്ങൾ നോക്കും, എല്ലാവരും വല്യാപ്പാരെ കൂടെയാ. ചെറിയ മക്കളൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഇന്നോന് വേണ്ട, അന്നോന് വേണ്ട, കാരണം എനക്കോനെയും വേണ്ട. എൻ്റെ ജീവിതം കൊണ്ട് ഈ കുട്ടീൻ്റെ കൂടെ കൂടിയുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ വളരെ സരസമായി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പഠിക്കുക. ദീർഘമായി സംസാരിക്കാൻ പറ്റിയ ഒരു ആരോഗ്യാവസ്ഥയിലല്ല ഞാൻ ഇത്രയൊന്നും സംസാരിക്കുമെന്ന് വിചാരിച്ചതുമല്ല. അവസാനിപ്പിക്കാൻ ഒരപേക്ഷയുണ്ട് എനിക്ക്, മുജാഹിദുകളായ നിങ്ങളോട്. അള്ളാഹുവിൻ്റെ ദീൻ ആരും നമുക്ക് വലുതല്ല. ആരെയും നമ്മൾ വലുതാക്കിയിട്ടില്ല. നമ്മൾ ഏത് കാലഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള എന്താണ്? ആളെ നോക്കല്ലേ, തെളിവ് നോക്കി എന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ, ആളെ നോക്കുക, അയാൾ പറഞ്ഞാലൊക്കെ ശരി, ഇയാൾ പറഞ്ഞാലൊക്കെ ശരി, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ദീനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആരെതിർത്താലും ആ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. കാരണം
വക്കൂനു മഅസ്വാദിഖീൻ എന്ന 9-ാം അധ്യായത്തിലെ 19 അല്ലാഹ് പറയുന്നു, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിന്നോളി, നുണ പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കല്ലേ. അതുകൊണ്ട് സത്യത്തിനു വേണ്ടി ജീവിക്കുന്നത് നിങ്ങളാവണം. ഞാൻ പല കാര്യങ്ങളും തുറന്ന് തന്നെ സംസാരിച്ചു നിങ്ങളോട്, പല വിഷയങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഹക്കിന് വേണ്ടി നിലക്കിടന്ന് പറയാനാത് ആരെയും മുന്നിൽ കണ്ടിട്ടില്ല. പടച്ചോ ഹക്കിൽ ഉറപ്പിച്ച് നിർത്തട്ടെ. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, ദീനിന്റെ പ്രമാണങ്ങളെ ശരിക്കും മുറുകെ പിടിക്കുക, ദീനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുക, വീട്ടിൽ പോയിട്ട് ചാനലുകൾ എന്നേക്കായിട്ട് ഉപേക്ഷിക്കുക, സംഗീതത്തിൽ നിന്നൊക്കെ മക്കളെ രക്ഷപ്പെടുത്തുക, നല്ല ദീനീ ചിട്ടയും ഡ്രസ് കോഡ് അവർക്ക് നൽകുക, ഉമ്മയും ബാപ്പയും അവർക്ക് മാതൃകയാകുക, ഖുർആനൊക്കെ ഓതുന്ന ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കപ്പെടുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരു കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിലും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ഹക്കിനോടൊപ്പം നിലനിന്ന് ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.